ഹായ്, ക്രേസി ഹാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പൊട്ടറ്റോ കട്ട്ലറ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കട്ട്ലറ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ കട്ട്ലറ്റൊക്കെ. അപ്പോൾ ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അളവിലുള്ള ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതിനുശേഷം ഈ ഗ്രീൻ പീസ് നമുക്ക് 1 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസിൻ്റെ ഈ ഗ്രീൻ കളറ് ഇതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും, കട്ട്ലറ്റിന് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, അപ്പോൾ ഇതെല്ലാനും ഒന്ന് ചെറിയ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള. അപ്പോൾ അതും ചെറുതായിട്ട് തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സവാളയുടെയും ഇഞ്ചിയുടെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ ഇതേപോലെ നല്ല മുളക് പൊടി. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലയുടെ അളവൊക്കെ അതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മസാലയാണ് ചേർത്തത്. അപ്പോൾ ഈ മസാലയുടെയും ഇതേപോലെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒരല്പം വെള്ളത്തിൽ ഇതുപോലെ പുഴുങ്ങി എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചോ നമുക്കിതൊന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പുഴുങ്ങി പൊടിച്ച് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ ഒരല്പം കുറവുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തന്നെ, അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ല രീതിയിൽ വറ്റിയതിന് ശേഷം വേണം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മാത്രം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിലുള്ള ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ അളവിലുള്ള കുറേശ്ശെ മസാല നമ്മൾക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണല്ലോ കട്ട്ലറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാനും റെഡിയാക്കി എടുത്ത് വയ്ക്കാം. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സെയിം അളവിലുള്ള മസാലയാണ് നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോഴല്ലേ എല്ലാവരും സെയിം ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് മാവിൽ മുക്കിയിട്ട് വേണമല്ലോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3.5 ടേബിൾ സ്പൂണോളം മൈദമാവ് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാവരും ഈ മൈദമാവിൽ മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ രീതിയിൽ എല്ലാവരും നമുക്ക് അതുപോലെ ആക്കി വെക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ രീതിയിൽ അതിൽ നല്ല ശരിക്കും ആ ബ്രെഡ് ക്രംസ് നല്ല പൊതിഞ്ഞ രീതിയിൽ ആവണ രീതിയിൽ നമുക്കിതെല്ലാനും ഈ രീതിയിൽ നമുക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഓരോന്നും ഞാനൊരു 3 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഫ്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കയറിയിരിക്കുന്ന രീതിയിൽ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം താഴ്ന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഈ കറക്റ്റ് കളറിൽ നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ എല്ലാവരും നല്ല പെർഫെക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര മതി. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറ് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഉണ്ട് എത്ര പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത്ര പെർഫെക്റ്റായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തീരുന്ന വഴി അറിയില്ല. അപ്പോൾ അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. കണ്ട അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.